ടൂറിസം, ബിസിനസ്, കുടുംബ സന്ദർശനം എന്നീ ആവശ്യങ്ങൾക്ക് നൽകുന്ന ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പുതിയ വിസ നയവുമായി സൗദി അറേബ്യ. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മൾട്ടിപ്പിൾ എൻട്രി സന്ദർശന വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. പകരം 30 ദിവസം കാലാവധിയുള്ള സിംഗിൾ എൻട്രി വിസയായിരിക്കും ഇനി നൽകുക. ദീർഘകാല സന്ദർശന വിസയിൽ രാജ്യത്തെത്തിയ പലരും നിയമവിരുദ്ധമായി ജോലി ചെയ്യുകയും ശരിയായ അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്യുകയും ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ നടപടി. 3 മാസത്തേക്ക് ഒന്നിച്ച് സൗദിയിൽ താമസിക്കാവുന്ന 1 വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്കാണ് നിയന്ത്രണം. ഈ മാസം 1-ാം തീയതി മുതൽ നിബന്ധന ബാധകമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, യമൻ, ഇറാഖ്, ഈജിപ്ത്, ജോർദാൻ, മൊറോക്കോ, ടുണീഷ്യ, അൾജീരിയ, എത്യോപ്യ, നൈജീരിയ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പുതിയ നിയന്ത്രണത്തിൻ്റെ പരിധിയിൽ വരും. ഒറ്റത്തവണ മാത്രം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾക്ക് നിലവിൽ നിയന്ത്രണമില്ല. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല.